ഫ്രണ്ട്സ്, നൂൽ മാജിക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറീസ് വീഡിയോ കൂടാതെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന പല വ്യത്യസ്തമായ വീഡിയോകൾ, ചെറിയ യാത്രകളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വാങ്ങിയ ഉഷ ബ്രാൻഡിൻ്റെ പവർ മെഷീൻ ഒന്ന് പരിചയപ്പെടുത്താൻ. എല്ലാ തുണിത്തരങ്ങളും ജീൻസ് ഉൾപ്പെടെയുള്ള തുണികൾ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ബിഗിനേഴ്സിനും ഈ മെഷീൻ വളരെ ഈസിയായി ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഈ മെഷീൻ്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് പവർ ബട്ടൺ, ഇത് മെഷീൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 4000 RPM വരെ മാക്സിമം നമുക്കിത് ഉപയോഗിക്കാം. ഏറ്റവും കുറഞ്ഞ RPM 200 സ്റ്റാർട്ട് ചെയ്യും. ഈ സ്വിച്ച് നീഡിൽ ഷാഫ്റ്റ് നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം. പിന്നെ ഇതിൽ ഒരു ലൈറ്റിനായിട്ടുള്ളൊരു സ്വിച്ച് നമുക്ക് രാത്രിയിൽ ഉപയോഗത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഷീൻ ഒന്ന് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ബോബിൻ കേസും നമ്മൾ വയ്ക്കുന്ന ആ പോർഷനാണ്. മെഷീനിൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓയിൽ പമ്പാണ്. അപ്പോൾ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്ന കാണിക്കാം. ബോബിനിലേക്ക് ഉള്ള നൂല് നമ്മൾ ത്രെഡ് ടെൻഷറിൻ്റെ ഡിസ്കിനിടയിലൂടെ അതിന് ഭാഗത്തിലൂടെ കൊരുത്തെടുത്ത് നമ്മൾ ബോബിനിലേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ബോബിൻ്റെ ബേസിലേക്ക് വെച്ച് ആ ക്ലിപ്പ് ഒന്ന് ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പെഡലൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു RPMൽ നൂല് നല്ല രീതിയിൽ നമ്മൾ ചുറ്റിയെടുക്കാം. ബോബിൻ്റെ നൂല് നിറയുമ്പോഴേക്കും ആ ക്ലിപ്പ് അൺലോക്ക് ആവും. അപ്പോഴേക്കും നമുക്കത് എടുത്ത് ബോബിൻ കേസിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് ആ നൂല് കറക്റ്റ് അതിൻ്റെ സ്ലോട്ട് വഴി ചുറ്റിയെടുക്കുക. അത് ഒരിക്കലും മാറിപ്പോകരുത്. അതിനുശേഷം മെഷീനിലെ അടിയിൽ കൂടെ തന്നെ അത് ബോബിൻ്റെ ബേസിലോട്ട് പ്ലേസ് ചെയ്യുക. ആ ലോക്കിൻ്റെ പൊസിഷൻ നേരെ ആയിരിക്കണം. കറക്റ്റായിട്ട് അത് ലോക്ക് ആയാൽ മാത്രമേ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നാൽ മാത്രമേ തുണിയിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് വീഴത്തുള്ളൂ. ഇത് നമുക്ക് മെഷീനിലേക്ക് നൂല് കൊരുക്കുന്നതെന്ന് നോക്കാം. ആ ത്രസ്റ്റ് സ്റ്റാൻഡിൽ നിന്നും ഉള്ള ഹൂക്ക് വഴി നമ്മൾ കൊരുത്തെടുത്ത് മെഷീൻ്റെ മുകളിലുള്ള ഒരു ത്രെഡ് ഗൈഡുണ്ട്. ആ 2 ഗൈഡ് വഴി കൊരുത്തെടുക്കുക. അതിനുശേഷം ടെൻഷറിൻ്റെ സൈഡിലുള്ള ഗൈഡ് വഴിയും നമ്മൾ നൂല് കൊരുത്തെടുത്ത ശേഷം ചെറിയൊരു മറ്റൊരു ഗൈഡുണ്ട്, അതുവഴി കൊരുത്തെടുത്ത് മെയിൻ ടെൻഷൻ പ്ലേറ്റിനെ അടിയിലൂടെ ചുറ്റി അവിടെയുള്ള ഗൈഡ് വഴിയും കൊരുത്തെടുത്ത് ത്രെഡ് അപ്ലിഫ്റ്റ് ലിവർ എന്നാണ് അത് പറയുന്നത്, അതിന് ഗൈഡിലൂടെയും കൊരുത്തെടുക്കുക. അതിനുശേഷം മറ്റൊരു ഗൈഡ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതുവഴിയും കൊരുക്കുക. അതിനുശേഷം താഴെയുള്ള നീഡിൽ പോസ്റ്റിൻ്റെ സൈഡിലുള്ള ഗൈഡ് വഴി കൊരുത്തെടുത്ത് നീഡിലേക്ക് ഇടത് സൈഡിൽ നിന്ന് തന്നെ ത്രെഡ് കൊരുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ മെഷീനിൽ നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനുമുള്ള നോബ് തന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ലിവറുണ്ട്. ഇതൊരു ഹൈ സ്പീഡ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന നൂല് നല്ല ക്വാളിറ്റിയുള്ള നൂല് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ലോ ക്വാളിറ്റി നൂല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് ടെൻഷൻ പ്ലേറ്റിനിടയിൽ ഇത് നൂല് ടൈറ്റായിട്ട് ആ നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് മെഷീൻ്റെ റിവേഴ്സ് സ്റ്റിച്ചിങ് ലിവർ. നമുക്ക് റിവേഴ്സിലും സ്റ്റിച്ച് ചെയ്യാം. ആ ലിവർ റിലീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫോർവേഡിലും സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു റെഡ് നോബാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും റിവേഴ്സ് ലിവർ പ്രസ് ചെയ്ത് താഴേക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ നോബിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് ഒരേ സമയം തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക.